ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം കാണരുത്. കണ്ടാൽ മാത്യു കുഴൽനാടൻ ഈ വാർത്താ സമ്മേളനങ്ങളുടെ പരമ്പര നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ്റെ വേറെ രൂപമായിരിക്കുന്നു. കഴിഞ്ഞ മാധ്യമപ്രവർത്തകർ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ തവണ പോലും അദ്ദേഹം അവസാനത്തെ 4 രേഖകൾ ഉയർത്തിക്കാട്ടി പുതിയ രേഖകൾ കൂടിയുണ്ട് എന്ന്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബം, കുടുംബാംഗങ്ങൾ, മകൾ, മരുമകൻ എന്നൊക്കെ പേരെടുത്ത് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിരുന്നാൽ ഇന്ന് ശരത്ത് സൂചിപ്പിച്ചതുപോലെ ആരോപണങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയും കുടുംബത്തെയും ശിക്ഷിക്കപ്പെടണം എന്ന് ഞാനൊരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഈ കേസ് അന്വേഷിക്കണം. ഇതിനൊരു വിചിത്രവാദം കൂടി മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. ഒരു വക്കീൽ ബുദ്ധിയിൽ പറയുന്നതാണോ അതോ ഈ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ പ്രതികരിക്കുന്നതാണോ? ഈ രണ്ടുപേരും രണ്ട് നിലപാടിലാണെങ്കിലും ഇത് ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. അതിപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ചില രേഖകൾ കൊടുത്തു, രേഖകൾ പൂർണ്ണമല്ല, ഞാൻ ആവശ്യപ്പെട്ടത് അന്വേഷിക്കണം, അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ രേഖകൾ കിട്ടും. അത് പിന്നെ അഭിഭാഷകരെന്നുള്ളൊരു കോടതിയിൽ ഇങ്ങനൊരു ആവലേതക്കാരൻ പോയാൽ ഒരാളിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് എനിക്ക് ആരോപണമുണ്ട്, അതെ, അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആധാരമായ ഉണ്ടാവണം. പക്ഷേ അതുപോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇന്ന് മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടുവന്ന വലിയ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടത്തി അത് വലിയ കൺഫ്യൂഷനാണ്. കാരണം മാത്യു കുഴൽനാടനെ പോലെ ഒരു സുപ്രീം കോടതിയിലൊക്കെ മികവ് പുലർത്തുന്ന ഒരു അഭിഭാഷക ബുദ്ധിയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വളരെ കുശാഗ്ര ബുദ്ധിയിൽ കാണുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ അനുയായികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇന്നത്തെ വാർത്താ സമ്മേളനം കാണുകയാണെങ്കിൽ വേറൊരു മാത്യു കുഴൽനാടനെ ആയിരിക്കും ഇന്ന് കാണുക. കാരണം പറഞ്ഞാൽ വെല്ലുവിളിക്കുന്ന, മുഖ്യമന്ത്രി വ്യക്തിപരമായി ആക്രമിക്കുന്ന മാത്യു കുഴൽനാടനല്ല, അതിൽ നിന്ന് വേറെ വിപരീതമായൊരു മാത്യു കുഴൽനാടൻ എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ എന്നെ ക്രൂശിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ക്രൂശിച്ചോളൂ. ഇന്നലത്തെ ഒരു ദിവസം. കാരണം മാത്യു കുഴൽനാടൻ്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്ത ഇടതുപക്ഷ നേതാക്കന്മാർ അനുഭവിച്ച യാതനയും പീഡനവും ഒക്കെ ഒരു ദിവസം കൊണ്ട് മാത്യു കുഴൽനാടന് ബോധ്യമായി എന്നതാണ്. അത് വളരെ വളരെ പെട്ടെന്ന് എന്ത് പറയുകയാണ്, ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾ എന്നെ ക്രൂശിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തലാണ് നടത്തിയത്. അതിലെനിക്ക് വ്യക്തിപരമായ വിഷമവുമില്ല. കാരണം കാര്യമുണ്ട്. കാരണം ഞാൻ കോടതിയിൽ പരാജയപ്പെട്ടു. ഏതായാലും അത്രയും സമ്മതിക്കുന്നുണ്ട്.